ഹായ് ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വോയിസ് ഓവർ? ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ചേർക്കുന്നതിനെയാണ് വോയിസ് ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട്കട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മൈക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഏത് മൈക്ക് ഉപയോഗിച്ചാണോ നിങ്ങൾ വോയിസ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മൈക്ക് നിങ്ങൾ സെറ്റിങ്സിനകത്ത് ഡിഫോൾട്ട് ഇൻപുട്ട് ആക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിനക്സ് ആണ്. നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ലിനക്സ് നോം ഡെസ്ക്ടോപ്പ് എൻവയറമെൻ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. ആക്ടിവിറ്റീസിനകത്ത് ചെന്നിട്ട് സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസും ചൂസ് ചെയ്യണമല്ലേ. ഇൻപുട്ടിന് താഴെയായിട്ട് ഇൻപുട്ട് ഡിവൈസ്. ഇവിടെ നിങ്ങൾ ഏത് മൈക്ക് ഉപയോഗിച്ചാണോ നിങ്ങളുടെ വോയിസ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ USB മൈക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിവിടെ സെറ്റ് ചെയ്തേക്കാണ്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ഒരു മീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അതല്ല തന്നെ നമുക്ക് ഇൻപുട്ട് വോളിയവും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇനി ക്ലോസ് ചെയ്യാം. ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഷോർട്ട്കട്ട് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്ട്കട്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷോർട്ട്കട്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഓഡിയോസൊക്കെ സേവ് ചെയ്തിടാനായിട്ട് ഒരു ഫോൾഡർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ന്യൂ പ്രോജക്റ്റ് എന്നൊരു ഭാഗമുണ്ട്, കണ്ടില്ല, ന്യൂ പ്രോജക്റ്റ്. ഇവിടെ പ്രോജക്ട്സ് ഫോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തിടേണ്ടത് അവിടേക്കായിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അതിനകത്ത് ഒരു ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി ശേഷം ഓപ്പൺ എന്ന് കൊടുത്തു. കണ്ടല്ലേ, പ്രോജക്റ്റ് ഫോൾഡർ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി പ്രോജക്റ്റ് നെയിമാണ് നമുക്കിവിടെ വോയിസ് ഓവർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ മോഡ് സെറ്റ് ചെയ്യാനുണ്ട്, ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു വീഡിയോ നമ്മുടെ ഷോർട്ട്കട്ടിനകത്തോട്ട് ഓപ്പൺ ആക്കേണ്ടി വരും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, മുകളിൽ ഇവിടെ ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഇനി നിങ്ങളുടെ വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കിടക്കുന്നത് വീഡിയോസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. ഈ lighthouse.mp4 എന്ന് പറയുന്ന ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തു, ഓപ്പണേ ക്ലിക്ക് കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് വീഡിയോ. ഇനി എന്താണ്, ഈ വീഡിയോ നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ജോബ്സിനകത്ത് എന്തോ റൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. അതെന്താണെന്നറിയോ, വീഡിയോയുടെ ഒരു പ്രോസി ഫയൽ ഉണ്ടാക്കുകയാണ്. പ്രോസി ഉണ്ടാക്കുന്ന വഴിയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്ലേ ബാക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് വീഡിയോ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു മൈക്കിൻ്റെ ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ, അതിലൊരു ക്ലിക്ക് കൊടുക്കുക. അതേ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഓക്കെ, എന്തൊക്കെയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റെക്കോർഡ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ മൈക്കിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ച എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് കേൾപ്പിക്കുന്നില്ല അതെന്തുവാണെന്നുള്ളത്. ഇപ്പം ഞാൻ എന്താണ് ഇച്ചിരി മുമ്പ് സംസാരിച്ചത് അതൊക്കെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് കുറച്ച് കാര്യം നോക്കാം. അതായത് ഇവിടെ A1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൊടുത്തിട്ടില്ല, ഇതാണ് ഓഡിയോ ട്രാക്ക്. ഓക്കെ, നമ്മൾ ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഷോർട്ട്കട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അവിടെയാണ് നമ്മൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് പ്ലേ ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ കണ്ടില്ലേ. ഈ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തൊട്ടാണ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ ഈ ലൈന് അങ്ങ് അറ്റത്താണ് ഇരുന്നത്. ഇനി നമുക്ക് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ശേഷം നമുക്ക് ഒന്നുകൂടി ഈ മൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിക്ക് കൊടുത്തു. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ റെക്കോർഡ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നമ്മുടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഓക്കെ, അതിനോടൊപ്പം തന്നെ വീഡിയോയും പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം. മൈക്കിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ വോയിസ് ഓവർ എന്ന് പറയുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പം ഓൾറെഡി തന്നെ ചിലപ്പം ഈ ഒരു ഓക്കെ, നമുക്കത് മ്യൂട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ലൈന് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തൊട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നിങ്ങൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഓഡിയോയുടെ മുകളിൽ ഈ ലൈൻ ഇങ്ങനെ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുമോ? ഒരിക്കലും ഇല്ല. അതെന്താണെന്നറിയാമോ? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ മൈക്കിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഓഡിയോ ട്രാക്ക് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്താണ് പുതിയ റെക്കോർഡിംഗ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഓൾറെഡി ഉള്ള റെക്കോർഡിന് ഓഡിയോ കളഞ്ഞിട്ട് അതിന് മുകളിൽ റെക്കോർഡ് ചെയ്തില്ല, പകരം പുതിയൊരു ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും നമ്മുടെ ഷോർട്ട് കട്ട് റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് എവിടെയാണോ വെക്കുന്നത് അവിടെ തൊട്ട് നിങ്ങൾക്ക് റെക്കോർഡിങ് തുടങ്ങാവുന്നതാണ്. ഇനി ഓഡിയോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ കളയാൻ പറ്റും? വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചു. ഇതിലൊരു ക്ലിക്ക് കൊടുത്തു. ഇപ്പം നമ്മുടെ കണ്ടല്ലേ അവിടെ ഒരു വര വീണതായിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ മൈനസിൽ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. അപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലായോ? ഓഡിയോ തന്നെ നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓഡിയോ ഇവിടുന്ന് ഡിലീറ്റ് അടിക്കുന്നുണ്ട്. എന്ത് പറ്റുമെന്ന് അറിയാം? റിപ്പിൾ ഡിലീറ്റ് എന്ന് പറയും. അതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓഡിയോ ഇരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മൊത്തമായിട്ട് മാറിയിട്ട് ആ ഓഡിയോ ഓൾറെഡി അതിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഓഡിയോ എടുത്ത് അവിടോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം സാധാരണ ഒരു ഡിലീറ്റ് കൊടുക്കാൻ നോക്കുക. ഈ ഒരു ഞാൻ ഭാഗം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു. ഇവിടെ എന്താ പറയുക, എഡിറ്റ് എടുക്കാം. ഓക്കെ, അല്ല കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ? ആ ഓഡിയോ മാത്രമേ പോയുള്ളൂ. പക്ഷേ ഈ ഓഡിയോ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുകയാണെങ്കിൽ പേടിക്കേണ്ട. അൺഡു ചെയ്തിട്ട് പിന്നെ ആ കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം സാധാരണ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് പറഞ്ഞാൽ റിപ്പിൾ ഡിലീറ്റ് ആവുകയാണ്. അതായത് അത് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പേസിലോട്ട് ഇപ്പുറത്തോട്ട് കിടക്കുന്ന വലത്ത് സൈഡിലോട്ട് പോകുന്ന ആഡിയോസ് എല്ലാം അങ്ങോട്ട് വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കിത് പ്രോജക്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പ്രോജക്റ്റ് ഫോൾഡർ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് വെക്കുക. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഓപ്പൺ ഫയൽ കൊടുത്തു, ഈ വീഡിയോ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പ്രോജക്റ്റ് ഫോൾഡറോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല, ഫയലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ട്, ഓക്കെ, വീഡിയോ ആഡ് ചെയ്തു. ഈ ഒരു വീഡിയോ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിൽ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് കൊടുത്താൽ എന്താ പറ്റുമെന്ന് അറിയാമോ? അന്നേരം ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോകളൊക്കെ സേവ് ചെയ്യാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ സമയവും ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴെല്ലാം ഇവിടെ ഇങ്ങനൊരു ബ്രൗസർ ഓപ്പൺ ആയി വരും, ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും. എന്നിട്ട് അത് സേവ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ തന്നെ മാനുവലായിട്ട് വോയിസ് ഓവർ 1, 2, 3 എന്ന രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഞാൻ ആദ്യം ഒന്ന് വോയിസ് ഓവർന്ന് ക്ലിക്ക് ചെയ്തു, സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ റെക്കോർഡ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ഞാൻ ഒന്നുകൂടി ക്ലിക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ പിന്നെ ഫയൽ ബ്രൗസർ കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഒരിക്കലും ആ വോയിസ് ഓവർ തന്നെ കൊടുക്കരുത്. എന്നിട്ട് എന്ത് വേണം? ഇനി നമ്മൾ ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കണം, 1, 2 ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ സമയം റെക്കോർഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഫയൽ ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ഫോൾഡർ ഉണ്ടാക്കുക. അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഷോർട്ട് കട്ട് ഓഡിയോയ്ക്ക് ഓരോ നമ്പർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ സ്വയം ഓരോ നമ്പർ കൊടുത്ത് ഓഡിയോ സേവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പമാണ്. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഫയൽ എടുത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫയൽ ഓപ്ഷനെ കൊടുക്കാം. അതല്ലാതെ തന്നെ ഇവിടെ ഒരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മിസ്സിംഗ് ആണെങ്കിൽ വ്യൂ എടുത്തിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കാണിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് അഡ്വാൻസിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൊഡാക്ക് തീരുമാനിക്കാം. ബിറ്റ് റേറ്റ്, ക്വാളിറ്റി എത്ര വേണമെന്ന് തീരുമാനിക്കാം. അല്ലാതെ ബിറ്റ് റേറ്റ് വരായിട്ട് രീതിയിലാണെങ്കിൽ വേണ്ടെങ്കിൽ ബിറ്റ് റേറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ.
ഓഡിയോയുടെ ക്വാളിറ്റി എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കാം. എല്ലാം കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ഓഡിയോയും ഓൾറെഡി ഉള്ള വീഡിയോയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ ഉണ്ട്, അതിനകത്ത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.